എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ഈവ് എങ്ങനെയാണ് പട്ടായ ബീച്ചിൽ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈവനിങ്ങിൽ പട്ടായ ബീച്ചിലെത്തിയായിരുന്നു. അപ്പം ബീച്ച് റോഡുണ്ട്, വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര ഫുള്ള് ലൈറ്റും ഫുള്ള് എന്താ പറയുക, ഭയങ്കര ക്രൗഡഡുമാണ് സ്ട്രീറ്റ് ഫുള്ള്. അപ്പം എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് എത്തിത്തുടങ്ങി. ഭയങ്കര, അതായത് ഈവനിങ് ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ഈ ഭാഗമൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാനും ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര അമേസിങ് ആണ്. അപ്പം ഒത്തിരി ഇത് മൊത്തം ബാറുകളും പബ്ബുകളും ഒക്കെയാണ്, സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പം അവർ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ബാൻഡ്, പിന്നെന്താ കുറേ ഇങ്ങനെ ഡാൻസിങ് ഒക്കെ ഒത്തിരി പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ന്യൂ ഇയറിൻ്റെ ഇത് പ്രമാണിച്ച് ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടി നമുക്ക് വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് ബ്ലോക്ക് ചെയ്തു ഓൾറെഡി. അപ്പം നമുക്ക് നടക്കാനേ പറ്റുള്ളൂ. കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ളി ക്രൗഡഡ് ആവും. അപ്പം ഞാൻ അതിന് മുമ്പേ ഈവനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആക്ച്വലി ആ ഐസ്ക്രീം കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീം മേടിക്കാൻ വന്നായിരുന്നു, പക്ഷേ ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ലേഡി അവിടെ വാങ്ങാൻ വന്നതിൻ്റെ വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട്. അയാൾ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അധികം സമയമൊന്നും അയാൾ സ്പെൻഡ് ചെയ്തില്ല. ഇയാൾ ഇതേപോലെ കുറേ എൻ്റെ അടുത്ത് ഇത് ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് പട്ടായ ബീച്ചാണ്. അപ്പം ഞാൻ അവിടുന്ന് വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് നേരെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ബീച്ച് സൈഡിലേക്ക് വന്നു. ഇതൊരു ബീച്ചിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി കിടക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിയർ കാണാൻ പറ്റും. പിയറും ഉണ്ടാവും. അങ്ങേ അറ്റത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. പട്ടായ 2024 എന്ന് പറഞ്ഞിട്ട് ന്യൂ ഇയർ കൗണ്ട് ഡൗൺ അവിടെയാണ്. അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയി, നല്ല രസം, നല്ല വൈബുണ്ട്. അധികം ലൈറ്റൊന്നുമില്ല, ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബിയർ പാർലറുണ്ട്, ബിയർ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അപ്പുറത്ത് പട്ടായ സിറ്റി എന്ന് ഭയങ്കര വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മൊത്തം ബോട്ടുകളാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നിറച്ച് ബോട്ടുകളാണ് ആ ബീച്ചിൽ ഫുള്ള്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇത് ഒരു 1.5 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ബീച്ചാണ് ഇവിടുന്ന്. അപ്പം അവിടെ മൊത്തം ആൾക്കാരാണ്. ആ ബീച്ചിന് ആ ഒരു 1.5 കിലോമീറ്റർ ഫുള്ള് ആൾക്കാർ ഫുള്ളായി ഈ ബീച്ചിൽ. കാരണം ഈ ബീച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫയർ വർക്ക്സ് നടക്കുക. ഈ ബീച്ചിൻ്റെ അങ്ങേ അറ്റത്താണ് കൗണ്ട് ഡൗൺ. അപ്പം ആൾക്കാർക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു ഇതിൽ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ആൾക്കാർ ഇവിടെ സീറ്റ് പിടിച്ചു തുടങ്ങി. ഇവിടെ ഇങ്ങനെ ആൾക്കാർ പായയും ഇതൊക്കെ കൊണ്ടുപോകും. അപ്പം അവർ ആ ബീച്ചിലങ്ങ് ഇരുന്നു. കുറേ പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഭംഗി, എനിക്കറിയില്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടോയെന്ന്. ഒരു ബീച്ചിലൊരു ഈവനിങ് സമയത്ത് നിൽക്കാൻ ഭയങ്കര അടിപൊളിയാണ്. എനിക്കറിയില്ല അതിൻ്റെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്താ പറയുക, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. അപ്പം ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. ഇപ്പം ഈ എൻഡിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം. അപ്പം ഇനിയും ഒത്തിരി സമയമുണ്ട് കൗണ്ട് ഡൗൺ. അപ്പം ഞാനൊരു മസാജിന് കയറാമെന്ന് വെച്ചാൽ, ഫുഡ് മസാജ്. അപ്പോൾ ഫുഡ് മസാജ് 1 ഹവറാണ്. ഞാൻ ഫുഡും പിന്നെ ഹെഡ് മസാജും എടുത്തു. അവരെനിക്ക് ഫുഡ് മസാജ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് അവർ അധികം വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ മാത്രം ഞാനിങ്ങനെ വീഡിയോ എടുത്തു.
ഭയങ്കര റിലാക്സിങ് ആട്ടോ. ഞാൻ നടന്ന് 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 എൻ്റെ കാല് എനിക്ക് ഞാൻ ആകെ കുഴഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് മസാജിന് കയറിയതാണ്. അതായത് ഫൂട്ടും ഹെഡും കൂടെ ആണെങ്കിൽ 250 ബാത്ത്, കാല് മാത്രം 1 മണിക്കൂറാണെങ്കിൽ 200 ബാത്ത്. പക്ഷെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അവർ നല്ല നല്ല രീതിയിൽ അവർ ചെയ്തായിരുന്നു. അവരെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. മീൻസ് അവർ പിടിക്കുമ്പോൾ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് വീണ്ടും വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടുന്ന് പുറത്തിറങ്ങി ഇനി വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി 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 നടക്കും. ഇപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. പോലീസ് ഓൾറെഡി അവിടെ ബാരിക്കേഡൊക്കെ വെച്ചു. പോലീസ് ഉണ്ട് അവിടെ. അപ്പം ഇവിടെ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം മെയിനായിട്ടും പഞ്ചാബീസ് ഉണ്ട്. അപ്പം അവരവിടെ കുറേ എന്താ പറയുക, ഇതൊക്കെ ഉണ്ട്, ബാൻഡ് സെറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി അതൊന്ന് കൊഴുക്കുമ്പോൾ ഞാൻ വന്നിട്ട് കാണിച്ചു തരാം അത്. ഇപ്പം ഞാനിങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടി ചുമ്മാ ഇങ്ങനെ നടന്നു പോകുന്നത്, എന്താ പറയുക, അതിൻ്റെ ഒരു ബ്യൂട്ടി എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ കുറച്ചും കൂടി രാത്രി ആയതുകൊണ്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പോലീസ് മാത്രമേ ഉള്ളൂ ഇവിടെ വണ്ടിയുമായിട്ട്. അവരിവിടെ എന്തൊക്കെയോ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്യണം. തായ് പോലീസാണ് ഇത്. കണ്ടോ, ഈ വാക്കിംഗ് സ്ട്രീറ്റിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഇരുന്നു. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി. ഇത് കണ്ടോ, പഞ്ചാബി ഡാൻസ് നടക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ബീച്ച് റോഡിലേക്ക് പോവാം. കാരണം ബീച്ചിൻ്റെ അങ്ങേ അറ്റത്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് കൗണ്ട് ഡൗണിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം ക്രൗഡഡ് ആയി ഓൾറെഡി. ആൾക്കാരൊക്കെ ഓൾറെഡി സീറ്റ് പിടിച്ചു. എന്നാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം വരെ കാണാൻ പറ്റും. പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നടന്ന് 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 മനുഷ്യൻ്റെ കാല് തെയ്യുന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഇതുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന്, അപ്പം ഇത് കണ്ടോ, അവിടേക്ക് നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ പബ്ബിലേക്ക് കയറാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ കയറിയില്ല. കുറേ ദൂരമുണ്ട് കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം. അപ്പം ഇവിടേക്ക് ഇങ്ങനെ ഓരോരോ ഇത് കണ്ടോ, ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സും പബ്സും ഇതൊക്കെയുണ്ട്, ബാറും ഒക്കെയുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് കയറാൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും കൗണ്ട് ഡൗണിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാവരും ഇപ്പം ഇവിടെ നിൽക്കാണ്ട് ബീച്ച് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പിയറിൽ നിന്നാലും ഇത് കാണാൻ പറ്റും. പിയറിൽ നിന്നാൽ കുറച്ചും കൂടി, പക്ഷെ പിയറെന്ന് പറഞ്ഞാൽ നമ്മുടെ ജങ്കാർ ബോട്ടൊക്കെ വരുന്ന ആ ഒരു ഏരിയ. ഇത് കണ്ടോ, വാവ്. അപ്പം പക്ഷേ അവിടെ പോയി നിന്നാൽ കൗണ്ട് ഡൗൺ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല.
അപ്പം ഞങ്ങൾ ഇവരൊക്കെ എൻ്റെ കൊളീഗ്സാണ്. അവരിങ്ങനെ ഓരോ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു മുയലിൻ്റെ ചെവിയുള്ളത് മേടിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. ഇതുണ്ടോ, ഭയങ്കര ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പബ്ബുകളൊക്കെയാണ്. ഇവരിങ്ങനെ ന്യൂ ഇയറിൻ്റെ കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫുള്ളായിരിക്കും. എല്ലാവരും ഒരു 2 മണി 5 മണി 6 മണി വരെയൊക്കെ ഇരുന്ന് വെള്ളമടിക്കും ഇവിടെ ഇരുന്നിട്ട്. വെള്ളമടി മാത്രമല്ല, പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും ആൾക്കാർ. കുറേ ദൂരമുണ്ട് നടക്കാൻ. ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്. വേണ്ടേ, ഇത്രയും തിരക്കായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സീ ഫുഡ് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഏതാണോ നമുക്ക് വേണ്ട അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുമ്പോൾ ടച്ചിങ്സ് ആയിട്ട് അവർ ഗ്രിൽഡായിട്ടൊക്കെ ചെയ്തു തരും. അത്രയേ ഉള്ളൂ. ഇത്തവണത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ തായ്ലൻഡിലേക്ക് വിസ ഫ്രീ ആയതുകൊണ്ട് ഒത്തിരി ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. അപ്പം വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ ചാർജ് മാത്രം മതി. അപ്പം എനിക്ക് തോന്നുന്നത് മുമ്പ് വിസ ഓൺ അറൈവൽ ആയിരുന്നപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 5000 രൂപ കൊടുക്കണമായിരുന്നു. അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ 5000 രൂപ കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പം അതുമില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് വന്ന് ഇറങ്ങിയാൽ മതി. നമുക്ക് ശരിക്കും വിസ ഫ്രീ ആയി. 5000 രൂപ ഇപ്പോൾ കൊടുക്കണം. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബീച്ച് റോഡിലെത്തി. ബീച്ച് റോഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫുള്ളായി നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബീച്ച് റോഡ് ഫുള്ളൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒത്തിരി ആൾക്കാരും ഉണ്ട്. നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടോ. ആൾക്കാരിങ്ങനെ പായയൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇനിയും ഉണ്ട് ഒത്തിരി സമയം കൗണ്ട് ഡൗണിലേക്ക് വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു തിരക്കിൻ്റെ ഇടയ്ക്കേക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ 1.5 മണിക്കൂർ നിൽക്കണം അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നവർക്ക് ഫുഡ് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ബീച്ചിലേക്ക് വന്നു. ബീച്ചിൽ വന്നിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കൗണ്ട് ഡൗൺ എപ്പോഴാണ് ആകുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ. അതായത് എനിക്കറിയില്ല, വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഒരു ആ ലൈറ്റ്സൊക്കെ അത്ര ഭംഗി ഉണ്ടാവുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഭയങ്കര ഭയങ്കര ഒരു അമേസിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ഫോറിനേഴ്സ് ആണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെട്ടിരുന്നു. ഇസ്രായേൽ, UK, പിന്നെന്താ US, സ്പെയിൻ, പിന്നെന്താ ഓഫ് കോഴ്സ് ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന്, കെനിയ, ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കൗണ്ട് ഡൗൺ. ഇപ്പം ഫില്ലായി ഞാൻ കുറച്ച് ബാക്കിലാണ്. അപ്പം ഇതിങ്ങനെ ഫില്ലായി വരിക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്താ ക്രാക്ക് അതിൻ്റെ ഇതാണെങ്കിൽ ഇവിടെയാണ് സ്റ്റേജൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കണ്ടോ. ക്രാക്കേഴ്സൊക്കെ വന്നു തുടങ്ങി. സ്റ്റേജ് ഭയങ്കര അടിപൊളിയാണ്. അതാണ് കൗണ്ട് ഡൗണിൻ്റെ സ്റ്റേജ് കാണുന്നത്. അങ്ങേ അറ്റത്ത് കാണുന്ന ആ ലൈറ്റിങ് കാണുന്ന കേട്ടോ.
അവിടെയാണ് കൗണ്ട് ഡൗണിൻ്റെ സ്റ്റേജ്. എനിക്ക് അവിടം വരെ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുള്ളായി ഓൾറെഡി, ക്രൗഡഡാണ് ഭയങ്കര. ആൾക്കാരിങ്ങനെ വന്നങ്ങ് ബീച്ചിലിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആൾക്കാരെല്ലാവരും മറ്റേ എന്താ ക്രൗണും കൊമ്പും ചെവിയും അതും ഇതും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളെ നാട്ടിലല്ലേ നമുക്ക് നാണക്കേട്, ഇവിടെ അങ്ങനൊന്നുമില്ല. നമ്മളങ്ങനെ വെച്ച് എന്താ പറയുക, ഇത് നല്ല രസമാണ്. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയി എല്ലാം കണ്ടോ, ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാൽ ഇത് കണ്ടോ, ഒരു സാന്റാക്ലോസ് വന്ന് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ. വാവ്, ഹീസ് ഗ്രേറ്റ്. അവിടെ ഡി ജെ പാർട്ടി ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗണിൻ്റെ ഡി ജെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡി ജെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഡി ജെയുടെ വീഡിയോ എടുത്തായിരുന്നു. ഇന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. അത്രയും ദൂരം, അത് ശരിക്കും ഫ്രീ എൻട്രിയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ പ്രശ്നം, എൻട്രി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പം ഞാനിവിടെ കുറച്ച് ദൂരെ മാറിയിരുന്നിട്ട് ഒരു പൊക്കമുള്ള ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ട് എടുക്കുക. ഇതുണ്ടോ, എൻ്റെ ചെവി കണ്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. ഇനി കുറച്ചും കൂടി മുമ്പിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഫുള്ളി ക്രൗഡഡാണ്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് സ്പേസ് ഇല്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ മൊത്തം ഇങ്ങനത്തെ കുഞ്ഞു തട്ടുകടകളും കച്ചവടക്കാരുമാണ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് അമേസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, കടയിൽ മൊത്തം ഈ കൂടാരം അടിച്ച് വെച്ചേക്കുന്ന മൊത്തം ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, പക്ഷേ ഇന്ന് എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്പേസ് അത്രയും സമയം അവിടെ നിൽക്കാനുള്ള ഇതില്ല നമുക്ക്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനായി. ഞാൻ ഓൾമോസ്റ്റ് 11:40 കഴിഞ്ഞു. ഇതാണ് കഞ്ചാവ്, വെറൈറ്റി ഓഫ് കഞ്ചാവാണിത്. ഇത് വിൽക്കുന്നതാണ് കേട്ടോ റോഡ് സൈഡിൽ. കഞ്ചാവ്, സിഗരറ്റ്സ് ഉണ്ട്, കഞ്ചാവ് പൊടി കുപ്പിക്കകത്തുണ്ട്, സിഗരറ്റായിട്ട് തെറുത്ത് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അവർ കഞ്ചാവ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. അപ്പോൾ അതൊന്നും നോക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ നേരെ പാർട്ടി, ഡി ജെ പാർട്ടി നടക്കുന്ന ആ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി നോക്കുക. പക്ഷേ എത്താൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് ദൂരെ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതാ ക്രാക്കേഴ്സൊക്കെ തുടങ്ങി. വാവ് 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 വാവ്, ഇത് കണ്ടോ, ക്രാക്കേഴ്സൊക്കെ തുടങ്ങി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. വാവ്, കൗണ്ട് ഡൗൺ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ 55 കൗണ്ട് ഡൗൺ നടക്കുകയാണ് ഇപ്പം. ഓ യെസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഇതാ സ്റ്റാർട്ടിങ് 2024 സ്റ്റാർട്ടായി. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ക്രാക്കേഴ്സൊക്കെ തുടങ്ങി. ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്രാക്കേഴ്സിൻ്റെ ഷോ ഉണ്ട്, പട്ടായ. അത് ആ ബീച്ചിലാണ് ഐ മീൻ കടലിലാണ് കടലിൽ നിന്നാണ് ക്രാക്കേഴ്സ് ഇത് ചെയ്യുന്നത്. അത് ഭയങ്കര അമേസിങ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നടക്കും.
ആൾക്കാരൊക്കെ ക്രാക്കേഴ്സിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പുറത്തെ സൈഡിൽ തുടങ്ങി ഓൾറെഡി. അവിടെ നടക്കുന്നുണ്ട് ആക്ച്വലി ക്രാക്കേഴ്സ്, ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അത് ആ ഒരു സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഇവിടെ നടക്കുന്നുണ്ട്, ബാക്ക് സൈഡിൽ നടക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ സെൻട്രൽ പട്ടായാണ്. ആ സെൻട്രൽ പട്ടായയിൽ അവിടെയും ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അവിടെ DJ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ക്രാക്കേഴ്സ് വരുന്നുണ്ടോ? അതായത് ആ നിർത്തിയിട്ട ബോട്ടുകളിലാണെന്ന് തോന്നുന്നു ഫുള്ളിങ്ങനെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. കണ്ടോ, അങ്ങേ അറ്റത്ത് തുടങ്ങി. അതായത് ആ ബീച്ചിൻ്റെ അങ്ങേ അറ്റത്താണ് അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ തുടങ്ങും. ഇതിങ്ങനെ സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങേയറ്റത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നല്ല ഭംഗിയുണ്ട്, അങ്ങേയറ്റത്ത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ എണീറ്റ് വെയിറ്റ് ചെയ്യുന്നു. യെസ്, അവരെവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇത് സെൻട്രൽ പട്ടായയിലുള്ള DJ പാർട്ടിയാണ്. ഞാൻ പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് അധികം പോയില്ല. ഫുള്ളി ക്രൗഡഡ് ആണ് ആക്ച്വലി ഓൾറെഡി. അപ്പം ഭയങ്കര ഭയങ്കര രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ പോകുന്ന വഴിക്കൊക്കെ നിറച്ച് ഇത് കണ്ടോ, ഫുള്ളി ക്രൗഡഡ് ആണ്. ട്രീ ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഏരിയ ഉണ്ട്. അവിടെ മൊത്തം ആൾക്കാരാണ്. എന്താ പറയുക, മൊത്തം പബ്ബുകളും ബാറുകളും മാത്രമാണ്. അപ്പം കണ്ടോ, ഹൗസ് ബാർ. ഞാനൊരു 360 വ്യൂ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പം ഇതാണ് ട്രീ ടൗൺ എന്ന് പറയുന്ന ഏരിയ. വാക്കിംഗ് സ്ട്രീറ്റ് ഒരു ഏരിയ, ട്രീ ടൗൺ എന്ന് പറയുന്ന വേറൊരു ഏരിയ, പിന്നെ ബീച്ച് സൈഡ് വേറൊരു ഏരിയ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം ഒരേ സൈഡിലേക്കാണ്, ബീച്ചിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ബാറുകളും പബ്ബുകളും ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്.
കണ്ടോ, എല്ലാം ബാർ കണ്ടോ, ഇതൊക്കെ ഓരോ പബ്ബുകളും ബാറുകളാണ്. അതിലൊക്കെ ഫുള്ളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇനി ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഒരു രാവിലെ വരെ ഇരിക്കും ഇവിടെ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്തത് കോലാൻ എന്ന് പറയുന്ന ഒരു അമേസിങ് സ്ഥലമാണ്. നിങ്ങൾ കണ്ടോ, ഇതാണ് ഈ കാണുന്ന പിക്ചറിലുള്ളതാണ് കോലാൻ. അപ്പം ഇവിടുത്തെ കുറേ വിശേഷങ്ങളും വീഡിയോസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ സി യു. ഹാപ്പി ന്യൂ ഇയർ ഫ്രം മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോ.